അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഈസ്റ്റർ ഡ്രീംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇത്രയും പയ്യ സന്തോഷമില്ലാതെ പറയണെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷ്ടാങ്കിലെ എല്ലാ മീനും മരിച്ചു പോയിരിക്കുകയാണ്. കാരണം ഒരു പകുതിയോളം മീൻ ഫിഷ്ടാങ്കിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഇത്ര മീനേ ഉള്ളൂ ഗായ്സ്, കുറച്ച് ഇത്ര മീനേ ഉള്ളൂ. പകുതിയോളം മീൻ മരിച്ചു പോയിട്ടുണ്ട്. കാരണം എന്താ, ഈ ഫംഗസ് കണ്ടാ, ഈ നല്ല കടുത്ത ഈ ചെളി പോലത്തെ സാധനമാണ് അതിനെല്ലാം കാരണം. അപ്പോൾ നമ്മൾ ഈ കല്ലും എല്ലാം മാറ്റി ഫിൽറ്ററും നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം മാറ്റി എല്ലാം സെറ്റാക്കി പിന്നെ ഒരു 15 മീൻ വീണ്ടും നമ്മൾ വാങ്ങിച്ചിട്ട് ഇന്നിടുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഒരു 2500 രൂപേൻ്റെ മീൻ പോയി. 30 മീനുണ്ടായിരുന്നു, ഇപ്പം 15 മീനേ ഉള്ളൂ. കുറേ മീൻ ചത്ത്. അങ്ങനെ എല്ലാം റീസെറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ടാറ്റാ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കല്ല് പറക്കി ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. കല്ല് പറക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ഈ ബക്കറ്റ് മുകളിൽ എടുത്ത് വെക്കണം. എന്നിട്ട് പയ്യെ ക്ലീൻ ചെയ്യണം. നല്ല അരിക്കൊണ്ട് കൂട്ടുകാരെ. ഇത് ഫുള്ള് അഴിക്കാണതാ. വെള്ളമൊരു പഴുവായി. 5-6 മാസമായി കൂട്ടുകാരെ വെള്ളം മാറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം വൃത്തി അഴിക്കൊണ്ട്. ഇപ്പൊ കൂട്ടുകാരെ, കല്ലെല്ലാം എടുത്തു കഴിഞ്ഞ് അപ്പൊ നമ്മളെ വെള്ളത്തിന്റെ അവസ്ഥ ഇതാണ്. നമ്മളെ ഫിഷ്ടാങ്കിലെ വെള്ളത്തിന്റെ അവസ്ഥ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ എന്താ പോലെ തോന്നണ്. ഇതാണ് കൂട്ടുകാരെ നമ്മളെ വെള്ളത്തിന്റെ അവസ്ഥ. ഇതായിരിക്കും മീൻ ചാവാനുള്ള കാരണം. അപ്പോ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം മീൻ. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് നമ്മളെ കല്ല് കഴിയപ്പോഴുള്ള അവസ്ഥ. അഴുക്കുണ്ടാകും കൂട്ടുകാരെ കല്ലിന്റെ. അപ്പൊ ഈ ബ്ലാക്ക് കല്ലൊക്കെ ഇടുമ്പോ നിങ്ങൾ ഇട്ടാ സൂക്ഷിച്ചിടണം. കാരണം എങ്ങാനും ഒരു കല്ല് കയ്യിൽ നിന്ന് ഇഷ്ടാങ്ങളോട് പൈസ നഷ്ടമാവും, മുട്ടിപ്പോവും. അപ്പൊ എന്താ, 15 കിലോ കല്ല് ഫുള്ള് കഴുകിയിട്ട് നമുക്ക് മീനിനെ വാങ്ങിച്ചിട്ടിട്ട് കാണാം. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ്. വെള്ളം കേറണില്ല, അത്ര കഴുകി. ഇപ്പൊ വരുന്നുണ്ട് കൂട്ടുകാരെ, ഇപ്പൊ വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു അല്ലേ കൂട്ടുകാർ? ഒന്ന് കലക്കിയാണ്. നല്ല അഴുക്കുണ്ടായിരുന്നു. ഒന്ന് ഇവിടെ ഇട്ടാക്കി. അഴുക്ക് ഫുൾ എടുക്കും. പോയി ബ്ലോക്ക് ആവണേ. മീനിനെയും കൊന്ന് അംഗത്തിനെ വളർത്തി കൂടുതലും പോലെ നിർത്തിയിരിക്കുക. വരടില്ല. സ്ട്രൈറ്റ് ആയിട്ട് പിടിയാ. സ്ട്രൈറ്റ്. വന്നു. പറ്റൂല, എടുത്ത് അപ്പുറത്തെ വളേ. കലക്കാവുന്നു. അപ്പൊ അഴിക്കെല്ലാം കൂടെ വരും. ഓ പിന്നെ അല്ല എന്ത് ചെയ്യ.
അവിടെ മൊത്തം ഇറങ്ങിയാണ് നോക്കൊന്നൊന്ന് കാണിച്ചു കൊടുക്ക വെള്ളത്തിന്റെ അവസ്ഥ. എല്ലാം ഉണ്ട്. ഓ കൊക്കക്കോള ചെളി. ഓ ഇഷ്ടാങ്കിലെ വെള്ളം എന്റെ കണ്ട ഓടാനത്തെ വെള്ളമാണെന്ന് തോന്നും കൂട്ടുകാരെ. ഇത് കൊക്കക്കോളയാണ് കൂട്ടുകാരെ. ഞാൻ ഇത് കൊക്കക്കോള അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. അവിടെ സ്വിച്ച് ബോർഡ് ഇരിക്കുകയാണ് എടുത്ത് കളിക്കണത്. ഞാൻ കൊണ്ട് കളയണ്ടേ ഒരു രൂപയായി വെള്ളം. ഇതെങ്ങനെയാ മീൻ കിടന്നത്? അടിയിൽ കിടന്നായിരിക്കല്ലേ? പക്ഷെ അവിടെ കിടന്നിട്ട് ബാക്ടീരിയ ഫോം ആവും. ബാക്ടീരിയ ആൾക്കെ ഫംഗസ് എല്ലാം കൂടെ ആയിട്ട് മീൻ ചാവും. കാശ് പോവും. ഫംഗസ് വളർത്തുക കിടക്കണത് പച്ച പച്ച കറുപ്പ് പൊടിയാ കൽക്കരിയ എന്ത് പൊടിയത്? ഈ വെള്ളമാണോ മീൻ ഇട്ടിരുന്നത്? മീൻ കണ്ട എന്റെ കവാല കുറ്റിയൊക്കെ രണ്ടടിയേര്. അപ്പൊ കൂട്ടുകാരെ, നമുക്കിനി എല്ലാ മീനെയും പുതിയതായിട്ട് വാങ്ങിച്ചിട്ടിട്ട് കാണാം. അച്ഛൻ വാങ്ങിക്കും. കൂട്ടുകാരെ, എങ്ങനെ ഇരുന്ന ടാങ്കാന്ന് നോക്കുന്ന കാണിച്ചോടച്ച അകത്ത്. അകത്തൊന്ന് കാണിച്ചു വൃത്തിയാക്കിയ നമ്മള് ഫുള്ള് തൊട്ടച്ച് കഴുകി നല്ല ഫംഗസ് എല്ലാം മാറ്റി. ഇനി ഒരു കുഴപ്പമില്ല. നല്ല തുടച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തിരിക്കുകയാണ് കൂട്ടുകാരെ. ടാങ്ക് എല്ലാം ഒന്ന് തുടച്ച് കഴുകി നല്ല ഭംഗിയായിട്ട് എടുത്തേക്കാണ് ടാങ്ക്. അപ്പോ ഇതില് നമുക്ക് ഇനി വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് ഇനി ബാക്കി വെള്ളം ആര് നിറയ്ക്കും? വെള്ളം നമ്മ അച്ഛൻ നിറയ്ക്കണം. ഞാൻ നിറയ്ക്കണം അല്ലേ? ഇത്രയും വെള്ളം. ഇത് എത്ര ബക്കറ്റ് വെള്ളം വേണോന്ന് അറിയാമോ? ഒരു 13 ബക്കറ്റ് നിൽക്കും. എത്ര ലിറ്റർ എന്നറിയാമോ? ഇത് 40 ലിറ്റർ. 40 ലിറ്റർ. ഇതാ 40 ലിറ്റർ ആയത്. ഇതൊരു 300 ലിറ്റർ വെള്ളം വേണം. 300 ലിറ്റർ ഞാൻ കോരി നിറയ്ക്കണം അല്ലേ? 300 ലിറ്റർ വെള്ളം വേണം. അത്രയും വേണം. 40 അല്ലേ? 40 ലിറ്ററാ? ഇതാ 300 ലിറ്ററിന് പുറത്ത് വെള്ളം വേണം. ഈ വെള്ളം മുഴുവൻ ഞാൻ കോരി നിറയ്ക്കണം അല്ലേ? വെള്ളം നിറച്ചിട്ട് കാണാം. അപ്പൊ കൂട്ടുകാരെ, ഏതാ വെള്ളം എടുത്തിരിക്കുകയാണ്. ഇതാണ് വെള്ളം. ഇനി ഇതാണ് വെള്ളോ? ഇത് വെള്ളമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് വെള്ളം. ഈ വെള്ളമാണ് വെള്ളം. അപ്പൊ ഇത് ഇനി ഇതിലോട്ട് ഒഴിക്കാൻ അത് അവർക്ക് അറിയാം. ഞാൻ ഒഴിച്ചോളാം. അപ്പൊ ഇത് ഈ വെള്ളം ഒഴിക്കും. ഈ വെള്ളം എങ്ങനെ ഞാൻ ഒഴിക്കാം. ഫസ്റ്റത്തെ വെള്ളം ഫസ്റ്റത്തെ വെള്ളോ? ഉദ്ഘാടനോ? കല്ല് നിരത്തിനെ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ വെള്ളം ഒഴിച്ചു. ഇനി ഫുൾ വെള്ളം നമുക്ക് വെള്ളം മുകളിൽ നിന്ന് ഞാൻ കോരി കൊണ്ടുവരണം. മുകളിൽ വെള്ളം പിടിച്ചു വെച്ചിട്ട് 3 ദിവസമായി. രണ്ടാം നിലയിൽ നിന്ന് ഞാൻ മൊത്തം കോരി താഴെ കൊണ്ടുവരണം അല്ലേ? നമ്മള് ക്ലോറിൻ ഇടാത്തേന്ന് വെച്ചാ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ക്ലോറിൻ ഇടാത്തേന്ന് വെച്ചാ എങ്ങാനും കൂടിയാ കുറഞ്ഞ വല്ലതും പോയാ മീൻ ചാവും. അതുകൊണ്ടാണ് മോളിൽ നിന്ന് പിടിച്ച് ക്ലോറിൻ റിമൂവറാ? അത് വേണ്ട. അതിന്റെ കണക്ക് എനിക്ക് അറിഞ്ഞൂടെ ഉണ്ണി.
ക്ലോറിൻ റിമൂവർ ഇത്ര ലിറ്ററിന് ഇത്ര ഗ്രാം എന്നാണ്. ഇതിലിപ്പോൾ കൃത്യം അളന്ന് നോക്കാനൊന്നും പറ്റൂലല്ലോ. ഏകദേശം 300 ലിറ്റർ വേണമെന്നറിയാം. അപ്പോൾ ശരിയാവൂല. നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ. 2 മണിക്കൂർ വേണം അത് തീരാൻ. ഒരു ബക്കറ്റ് വെള്ളം അതിൻ്റെ താഴെ പോലും ആയില്ല. ഈ ഭീകരൻ നിറയ്ക്കണമെങ്കിൽ എത്ര ബക്കറ്റ് വെള്ളം വേണം? 30 ബക്കറ്റ് വെള്ളം വേണ്ടേ? ഞാൻ കോരണം അല്ലേ? കൂട്ടുകാരെ വെള്ളം നിറച്ചിട്ട് കാണാം. പറഞ്ഞോ. ഈ ബ്ലാക്ക് കല്ലൊക്കെ മാറ്റി. ബ്ലാക്ക് കല്ല് മാറ്റി. ബ്ലാക്ക് കല്ല് മാത്രം ഇവിടെ പോയി. ഇവിടെ ആ അത് പതുക്കെ ഇട്ടില്ലെങ്കിലേ ടാങ്ക് ഇന്ന് പൊട്ടും. പെട്ടെന്ന് ബ്ലാക്ക് കല്ല് മാത്രം മാറ്റി പോയി. ബ്ലാക്ക് കല്ല് മാറ്റുമല്ലേ? അത് അവസാനം അടിക്ക് പറക്കിയാൽ മതി. അടിയിൽ കിടക്കണം ബ്ലാക്ക് കല്ല്. ഈ മറ്റേ കല്ലെടുത്ത വെള്ളത്തെ അലക്ക്. ഏത് കല്ല്? ഈ മുകളിൽ കളർ കല്ല് പതുക്കെ വാരി നമുക്ക്. പിന്നെ അതല്ല, മക്കളെ അത് പിന്നെ തപ്പിയെടുക്ക. നീ നിധി കുഴിക്കണ. ഇതങ്ങോട്ടായാലും വാരിയിടല്ലേ? ഫസ്റ്റ് ബക്കറ്റിൽ എടുത്തിട്ട് അങ്ങ് ഇടാല്ലേ? എങ്ങനെയെങ്കിലും ഇടും മക്കളെ. എത്തി ഇപ്പോ മോളിക്കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതി. അതൊക്കെ പൊട്ടരുത്. ഇത് ഒടിഞ്ഞു പോകൂടാ ഡാൻസ് കളിക്കണത്. ഡാൻസ് ചെയ്യണ ഇവിടെ വന്നുകൊണ്ട് കല്ലിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കല്ല് അങ്ങോട്ട് നികത്ത്. ഫുള്ളിട്ട് നികത്തിയാ പോരെ? ഓ നീ അതിൽ കയറി നിൽക്കരുത്, ഓടിയോ അത്. ടാങ്ക് നീ കൂടെ തല കുത്തനെ വീഴും. നീ തോണ്ടി കളിക്കണം. മതി. അവിടെ നിന്നോണ്ട് ചെയ്യും. ഒടിയോ അത്? നിന്നോണ്ട് പയ്യെ കയറാനേ പറ്റും. അല്ലെങ്കിൽ എല്ലാം കൂടി പൊട്ടിയാ? വലിയ കല്ല് കിടന്നല്ലേ? അതാണ് പറഞ്ഞത്. അപ്പൊ ഇല്ല പൊട്ടിയില്ല. മൊത്തം വയറ് നികത്തിയിട്ടൊക്കെ ചെയ്യും. അപ്പൊ ഗായ്സ് നമ്മൾ മീനിനെ പയ്യെ പിടിച്ച് വെള്ളം നിറച്ച് മീൻ ഇട്ടില്ലെങ്കിലേ മീൻ ഇതാണ്ട ഓക്സിജൻ ഇല്ലാണ്ട് മുകളിൽ പോയത്. അത് നെറ്റിൽ പിടിക്കുക. നെറ്റിൽ പിടിച്ചിടുണ്ണി. നെറ്റിട്. വലിയ മീൻ ചിലപ്പോൾ കയ്യിൽ നിൽക്കൂല. ചെറിയ മീനൊക്കെ കയ്യിൽ പിടിക്കാം. ഇവിടെ മുഴുവൻ കളയല്ലേ. നെറ്റിൽ 3-4 മീൻ എടുത്തിട്ടൂടെ? നീ ഇതൊഴിച്ചാ ബാക്ക് ടോണിൽ ഒഴിക്കണല്ലേ? ഉണ്ണി നെറ്റെടുക്ക്. നെറ്റെടുക്കല്ലേ? നെറ്റെടുത്ത ഒരു 3-4 മീനൊക്കെ ഒരുമിച്ച് കിട്ടും. എങ്ങനെ കയ്യിൽ നിന്ന് സ്ലിപ്പായ റിസ്ക് ആണ്. നെറ്റെടുത്ത് അതിനകത്ത് കൊണ്ട് വെക്ക്. ഓക്കെ. പിന്നെ ഇതുകൂടെ ചെയ്യട്ടോ. അതിൽ ഈ മരുന്ന് ഒഴിക്കണേ. കാര്യം ഇപ്പൊ ഇട്ടില്ലെങ്കിൽ നിന്റെ ഈ മീനും ചാവും. എല്ലാം ചാവും. ഇത് 500 രൂപയല്ലേ? അതിപ്പോ തീർന്നു കേട്ടോ. ഇപ്പൊ ഇനി കുഴപ്പമില്ലല്ലേ? ഇനി കുഴപ്പം വരില്ല തോന്നും. ഓൾറെഡി ഇതിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നിൽക്കല്ലേ? അല്ല ഇനി മറ്റേ വെള്ളത്തിൽ കിടന്നതല്ലേ? ഇനി കുഴപ്പമില്ല. നമ്മള് വെള്ളം മാറ്റിയല്ല ഫുള്ള്. വെള്ളം മാറ്റി. ഫിൽറ്റർ ക്ലീൻ ചെയ്യണ്ടേ ഉണ്ണീന്? വെള്ളം ബാക്കി ഒഴിക്കണ്ടേ? എനിക്ക് വയ്യ കേട്ടോ, നടുപിടിഞ്ഞ്. ഇത്രയും വെള്ളം ഒഴിച്ചല്ലേ? എത്ര ബക്കറ്റ് എടുത്ത്? 5 ബക്കറ്റ് എടുത്തല്ലേ? 5-6 ബക്കറ്റ്. അടുത്ത പ്രാവശ്യം ഓസ് സെറ്റ് ചെയ്യാം. ഓസ് വെള്ളം പിടിച്ചു വെച്ചെടുക്കണ്ടേ? അതല്ലേ പ്രശ്നം. ഓസാകുമ്പോ കുഴപ്പമില്ലല്ലേ? മരുന്ന് ഒഴിച്ചോണേ. ഫുൾ വെള്ളം ഇട്ടിട്ട് ഒഴിക്കണോ? ഇപ്പൊ ഒഴിച്ചു കൊടുക്കണം. മരുന്ന് ഇപ്പൊ ഒഴിച്ചോ? കുഴപ്പമില്ലല്ലേ? ഒരു അര അടപ്പൊഴിച്ചോ. അവൻ ആരോഗ്യം വെക്കട്ടെ. ആന്റിബയോട്ടിക് ഒഴിച്ചോ. ചെറിയ വന്നോളൂ ബ്രദർ. ആ ഞെക്കി കൊല്ലാനാ വരണില്ല. ഇത് ദേഷ്യം വരണം. വാ വിളിച്ചാ വരും. വാന്ന് പറഞ്ഞ വന്ന് കൈ കയറി. തീർന്നാ? മരുന്ന് ഒഴിച്ചു. ഒരു അരമുടി മരുന്ന് ഒഴിച്ചോളൂ. അര ഒഴിക്കാവേ. അഴയല്ലേ?
സോഡ സർബത്ത് കുലുക്ക് ഒഴിക്ക് ഒഴി ഇറക്ക. എത്ര എടുത്ത്? ആ ആ ആ ഒച്ചര ഒഴിച്ചോ? ഒഴിച്ചോ. അയ്യോ ഇല്ലേ, ഉണ്ടാ? ഇതെടാ ഉണ്ട്. കുറച്ചൊരു ഒഴിച്ചോ? വേണ്ട, ഇനി കൂടിപ്പോയാലും മീൻ ചിലപ്പോ ചാവും തന്നെ. കുറച്ച് വേണം നീ കൂടെ കുടിച്ചോ, ആരെയും വെക്കട്ടെ. മക്കളൊരു കാര്യം ചെയ്യും, ബാക്കി കോരി നിറക്കി. അച്ഛനെ പോയി നടുപോയി. ഫിൽറ്റർ വൃത്തിയാക്കി നീ കൊണ്ട് ആദ്യം. ഫിൽറ്റർ ഇട്. ബാബാ ഫിൽറ്റർ വൃത്തിയാക്കി കാണിച്ചു തരാം. ബാബാ. ഞാൻ 1 മിനിറ്റത്തേക്ക് ബാഹുബലിയാവുന്നു. അത് ഓടിക്കും. അതിന് ലോക്കുണ്ട് ഉണ്ണി. എനിക്കിനി വീട് മുഴുവൻ തൂത്ത് തുറക്കണമല്ലോ ഈശ്വര. നമുക്ക് ലോക്കുണ്ട് ഉണ്ണി. അച്ഛ കിടക്കും. കണ്ട ലോക്ക് കണ്ട ലോക്ക് അപ്പോഴത്തേക്കും വലിക്കണം കുറച്ച് ചെറുതായിട്ട്. താഴോട്ടാക്കണം. അഴുക്ക് ഉണ്ടാകും കൂട്ടുകാർ. അടിപൊളി. കൊക്കോകോളയാ, മൊത്തം കൊക്കോകോളയാണ്. ഒന്ന് കൊക്കോകോള 1. എൻ്റെ അമ്മയുടെ അടുക്കളയാണ്, പാത്രം കിടക്കണം. ഇനി അമ്മ നിന്നെ മിക്കറും വാളെടുക്കും. ക്ലീൻ ചെയ്യും. ഇനി ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇത് തുറക്കാം. അങ്ങനെയല്ല, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിക്കണം. നോക്ക് ഒരുമാതിരി കൂട്ടുകാരെ. ഇതാണ് ഇതിന്റെ ബേസ്. അപ്പോ ഇനി മോട്ടോറ്, ഇതാണ് ഇതിന്റെ മോട്ടോർ. ഇതാണ് 40 വാട്ട്സിന്റെ മോട്ടോർ. മോട്ടോർ അഴുക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിനി വൃത്തിയാക്കുമ്പോൾ എത്ര അഴുക്കുണ്ടാന്ന് നോക്കാം. വൃത്തിയാക്കാൻ പോവുകയാണ്. ഒരാഴ്ച മുമ്പ് വൃത്തിയാക്കി അഴുക്കുണ്ടാവും കൂട്ടുകാരെ. ഇതിന്റെ ഒരാഴ്ച മുമ്പ് വൃത്തിയാക്കിയതേ ഉള്ളൂ അല്ലേ? കൊക്കോകോള ആയിരുന്നു. ക്ലീനാക്കി നന്നായി. ഇനിയും മീൻ കത്തണം. നല്ലവണ്ണം വൃത്തിയാക്കാം. ഷവറും കൂടെ അഴിക്കുക. വേണ്ട പെട്ടെന്ന് വൃത്തിയാവും. അത് വൃത്തിയാക്കിയ നമുക്ക് അടുത്ത സ്പോഞ്ച് എടുക്കാം. ഇത് വൃത്തിയാക്കിയ ഇതിനഴുക്ക് കുറവ് താഴത്തെ ആയതുകൊണ്ട്. ഇത് 40 വാട്ട്സിന്റെ ഇതായതുകൊണ്ടാണ് ഇത്രയും നാള് ഇതെല്ലാം ഇങ്ങനെ ഫിൽട്ടറായി കിടന്നത്. അല്ലെങ്കിൽ 20 വാട്ട്സിന്റെ ഒക്കെ ആണെങ്കിൽ മീൻ ഫുള്ള് ചത്തേനല്ലേ. ഇത്രയും വാട്ട്സ് 40 വാട്ട്സിന്റെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നതല്ലേ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാം കഴുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതില് ബേസിൽ അഴുക്കുണ്ട്, അതും കൂടെ കഴുകാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷവർ ഇങ്ങനെ അടിച്ചൊന്ന് കൊടുത്താൽ മതി. അപ്പം അതെടുക്കാം. അതാ ഇതിലും നല്ല അഴുക്കുണ്ട്. അപ്പം ഇനി ഫിൽറ്റർ അസംബ്ലി ചെയ്യണത് ഫസ്റ്റ്. അങ്ങനെയല്ല അസംബ്ലി. അപ്പം ഞാൻ അസംബ്ലി ചെയ്യാം. ഫിൽറ്റർ അസംബ്ലി ചെയ്യണം. ഇത് ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇങ്ങനെ അടഞ്ഞു വരും. ഫ്രണ്ട് എടുത്ത് നേരെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതിൽ അങ്ങ് ശരി കൊടുക്കുക. കയറ്റി അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ലോക്ക് പൊട്ടിപ്പോയാൽ സീനാകും.
കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോഞ്ചിന് ഇനി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്നിങ്ങനെ ഒന്ന് പൊക്കി വെക്കണം. എന്നിട്ട് അടപ്പ് അടപ്പ് കിട്ടി. അടപ്പിൽ അഴുക്കൊന്നും കാണൂലല്ലേ. അടപ്പ് കട്ടയിലെ കൊണ്ട് വയ്ക്കണം. അപ്പോൾ കൂട്ടുകാരെ നമ്മളങ്ങ് ഇത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. കൊണ്ടുവയ്ക്കണ സിമ്പിളാണ്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അത് മാത്രം സൂക്ഷിക്കുക, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അവസാനം എല്ലാം ഇളകി തെറിച്ചങ്ങ് പോകും. ഫിൽറ്റർ വർക്കാവും. മീനൊക്കെ ഹാപ്പി ആണല്ലോ. പുതിയ വെള്ളം കിട്ടിയുണ്ട്, കൊക്കക്കോള വെള്ളത്തിൽ നിന്ന് മാറിയുണ്ട്. അതിഭീകരമോ ഫിൽറ്ററാണ് 40 വാട്ട്സ്. അപ്പം നമുക്കിനി ബുഷൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. വലിയ പണിയില്ല, ചുമ്മാ ഒന്ന് ഇങ്ങനെ തിരിച്ചു പോയി മതി. എന്നിട്ട് നേരെ ഇതെടുക്കുക, ഇത് നോക്കുക. ഇല്ല, അത് വെള്ളം പ്രസ് ചെയ്തിട്ട് വെക്കേ പറഞ്ഞിട്ടില്ലേ. എല്ലാം കത്തിപ്പ് തീർന്നു. ഇനിയുള്ള ബലം കൂടെ അതിൽ കൊടുക്കും. പൊട്ടിങ് വരട്ടെ എല്ലാം കൂടെ. ടാങ്ക് പൊട്ടിച്ചിട്, ഒന്ന് മുക്കി ഇങ്ങനെ ഇടാം. വെയിറ്റ് കൊടുത്തോട്ട് അത് ഹൈറ്റ് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് വച്ചു. ആദ്യം അതും പോയി. വയ്യടേ. ഇത് വയ്യാമ്മയുടെ ലക്ഷണമാണ്. ഓക്കെ, വെള്ളം മിക്സ് ചെയ്യാൻ മതി. ചരിച്ചു ഇത് അത്ര താഴെ ഇടണം. മതി. ഫിക്സ് ചെയ്. ഓക്കെ. ഒന്ന് ചെറുതായിട്ടൊന്ന് പവർ കാണിച്ചു തരാം. ഒന്ന് അടുത്തോട്ട് ഉണ്ടാകും. ഇവിടെ ഒന്ന് വെച്ചോ, പവർ കാണിച്ചു തരാം ചെറുതായിട്ടൊന്ന്. ഇത് ഫസ്റ്റ് പവർ. എന്ത് ജലസേചന ഓപ്പാ. നീ ചത്തുകൂടാ, ഭയങ്കര പവറുടാ. അപ്പൊ ഇതാണ് 40 വാട്ട്സിന്റെ പവർ. അപ്പൊ കൂട്ടുകാരെ, കുറെ നേരത്തെ കഠിന അധ്വാനത്തിന് ശേഷം ഞാൻ കുറച്ച് ചെയ്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ വെള്ളം. അല്ലേ ഇത്ര ഉണ്ടായിരുന്നു. നമ്മള് ഫുള്ള് നിറച്ചിരിക്കുകയാണ് വെള്ളം. പൈപ്പ് വെള്ളം ഒഴിക്കാൻ പറ്റാത്തോണ്ട് തന്നെ നല്ല കഷ്ടപ്പെട്ടാണ് ഒഴിച്ചത് അച്ഛൻ. അപ്പൊ ഇനി ഇത് ഫുള്ള് വെള്ളം കുറച്ചും കൂടെ ക്ലിയർ ആവാറുണ്ട്. അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇനി വൈകിട്ട് നമ്മളൊരു 3 ജോഡിയും കൂടെ വാങ്ങിക്കാം അല്ലേ 3 ജോഡി മീനെയും കൂടെ വാങ്ങിച്ചിടും വൈകിട്ട്. അപ്പോൾ ലൈറ്റ് കഴുകി, മോട്ടോർ വൃത്തിയാക്കി, കുറേ ഇത് ഫുള്ള് വെള്ളം നിറയെ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം വെള്ളം കൊഴിക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ നമ്മളെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. നമ്മളാ ചാനലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ. നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരു കിളീൻ്റെ വീഡിയോ എടുക്കാം. അതിനി നാളെ കാണിക്കാം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ടാറ്റ, ബൈ. ഓക്കെ, സീ യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് പ്ലീസ്. ടാറ്റ.